إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا. ഏറെ ആദരണീയരായ വിശ്വാസികളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ലോകത്തിൻ്റെ രക്ഷിതാവായ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ റബ്ബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായിക്കൊണ്ട് ജീവിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സ്വഹാബത്തിന് ഇടയ്ക്കിടെ ഉപദേശിക്കാറുണ്ടായിരുന്ന ആ ഒരു വസിയത്തിനെ കൊണ്ട് ഒന്നുകൂടി ഊന്നൽ നൽകി നിങ്ങൾ ഓരോരുത്തരോടും സൂചിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തക്കികളുടെ കൂട്ടത്തിൽ, അവനെ സൂക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്കൽ വന്നതും മനുഷ്യരൂപത്തിൽ വന്ന് അവിടുന്ന് ഏതാനും ചില ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് അതിൻ്റെ വിശദീകരണമായി കഴിഞ്ഞ ഖുത്ബകളിൽ നമ്മൾ സൂചിപ്പിച്ചതാണ്. അത് രണ്ടാമതായിക്കൊണ്ട് ഇസ്ലാം എന്താണെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചതിന് ശേഷം രണ്ടാമതായിക്കൊണ്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് ചോദിക്കുന്നത് ഫഅഖ്ബിർനി അനിൽ ഈമാൻ, അല്ലയോ റസൂലെ, ഈമാൻ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയിച്ചു തന്നാലും. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മറുപടി അൻ തുഅ്മിന ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിക്കലാണ് ഈമാൻ, വ മലായികതിഹി, അവൻ്റെ മലക്കുകളിൽ വിശ്വസിക്കലാണ് ഈമാൻ, വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിർ വ തുഅ്മിന ബിൽ ഖദ്രി ഖൈരിഹി വ ശർരിഹി. അള്ളാഹുവിൽ വിശ്വസിക്കലാണ് ഈമാൻ, അവൻ്റെ മലക്കുകളിൽ വിശ്വസിക്കലാണ് ഈമാൻ, അവൻ്റെ കിതാബുകളിൽ, അവൻ്റെ റസൂലുകളിൽ അവൻ പിന്നെ അന്ത്യദിനത്തിൽ വിശ്വസിക്കലാണ് ഈമാൻ, നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണ് എന്ന് വിശ്വസിക്കലാണ് ഈമാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 6 കാര്യങ്ങൾ എണ്ണമിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഇൻഷാ അല്ലാഹ് ഏറ്റവും പ്രധാനപ്പെട്ട
അൽ ഈമാനു ബില്ലാ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുത്ബയിൽ നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അൽ ഈമാൻ, ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ഈമാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഷാപരമായിട്ടുള്ള അർത്ഥം സത്യപ്പെടുത്തൽ, തസ്ദീഖ്, സത്യപ്പെടുത്തുക എന്നുള്ളതാണ്. എന്നാൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ ഖൗലും ബിൽ ലിസാൻ വ തസ്ദീഖും ബിൽ ജിനാൻ വ അമലും ബിൽ അർക്കാൻ. 3 കാര്യങ്ങളാണ്. ഖൗലും ബിൽ ലിസാൻ, നാവ് കൊണ്ട് ഉറവിടലാണ് ഈമാൻ. വ തസ്ദീഖും ബിൽ ജിനാൻ, ഹൃദയം കൊണ്ട് അതിനെ സത്യപ്പെടുത്തലാണ് ഈമാൻ. വ അമലും ബിൽ അർക്കാൻ, അവയവങ്ങൾ കൊണ്ട് അമല് ചെയ്യലാണ് ഈമാൻ. ഈ 3 കാര്യങ്ങൾ, ഖൗലുണ്ടാകണം, ഉച്ചാരണമുണ്ടാകണം, വിശ്വാസമുണ്ടാകണം, സത്യപ്പെടുത്തണം, അമലുണ്ടാകണം, കർമ്മങ്ങളുണ്ടാകണം. ഈ 3 കാര്യങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് ഈമാൻ പൂർത്തിയാകുന്നത്. മഹാനായ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് ഉദ്ധരിക്കുന്നുണ്ട്, ഈമാൻ എന്ന് പറഞ്ഞാൽ അൽ ഇഅ്തിറാഫുൽ മുസ്തൽസം ലിൽ ഖബൂലി വൽ ഇദ്ആൻ. ഈമാൻ എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കലാണ്, പ്രഖ്യാപിക്കലാണ്. അൽ മുസ്തൽസമു ലിൽ ഖബൂലി വൽ ഇദ്ആൻ, അത് പൂർണ്ണമായി അതിന് കീഴൊതുങ്ങിക്കൊണ്ട് സ്വീകരണത്തോടു കൂടി അംഗീകരിക്കുമ്പോഴാണ് ഈമാനാവുക. ഒരാൾക്കൊരു കാര്യം കൃത്യമായി അറിയാം, ഇത് ശരിയാണെന്ന് അറിയാം, പക്ഷേ അത് പൂർണ്ണമായി അതിന് കീഴൊതുങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ പൂർണ്ണമായി അത് സ്വീകരിച്ചിട്ടില്ല, എങ്കിൽ അവൻ്റെ ഈമാൻ ശരിയായിട്ടില്ല, അവൻ്റെ വിശ്വാസം ശരിയായിട്ടില്ല. ഒരാൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സ്വീകരണവും കീഴൊതുങ്ങലും ഇല്ലാതെ വിശ്വസിച്ചാൽ അത് ഈമാനാകില്ല. മക്കയിലെ മുശ്രിക്കീങ്ങൾ അവർക്കറിയാം അള്ളാഹു ആണ് ഖാലിഖ്, ഈ ലോകത്തെ സൃഷ്ടിച്ചത് അള്ളാഹു ആണെന്ന് അവർക്കറിയാം, ഈ ലോകം നിയന്ത്രിക്കുന്നത് അള്ളാഹു ആണെന്ന് അവർക്കറിയാം, മഴ പെയ്യിപ്പിച്ചു തരുന്നത് അള്ളാഹു ആണെന്ന് അവർക്കറിയാം, മനുഷ്യരെ ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും സർവശക്തനായ അള്ളാഹു ആണെന്ന് മക്കയിലെ മുശ്രിക്കീങ്ങൾക്കറിയാം. പക്ഷെ അവർ ആരാധനകൾ മറ്റുള്ളവർക്ക് വെച്ചു കൊടുത്തു. ആ അള്ളാഹുവിൽ കീഴൊതുങ്ങിയിട്ടില്ല. അവർ കേട്ടു, പക്ഷെ കീഴൊതുങ്ങിയിട്ടില്ല. എന്തിന്? ആ മക്കയിലെ മുശ്രിക്കീങ്ങളിൽപ്പെട്ട അബൂ താലിബ് അള്ളാഹുവിൽ മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനിയോഗത്തിൽ പോലും വിശ്വസിച്ച ആളാണ്. മുഹമ്മദ് നബി റസൂലാണെന്ന് വിശ്വസിച്ച ആളാണ്. പക്ഷെ ആ വിശ്വാസത്തിൻ്റെ പുറത്ത് അബൂ താലിബ് ഒരിക്കലും അത് സ്വീകരിച്ചിട്ടില്ല. വിശ്വസിച്ച ആളാണ്, പക്ഷെ അത് അംഗീകരിച്ചിട്ടില്ല, അതിന് കീഴൊതുങ്ങിയിട്ടില്ല. റസൂലിൻ്റെ കൽപ്പനയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബ് മരിക്കാൻ കിടക്കുന്ന സമയത്ത് പോലും റസൂലുള്ളാഹി അടുത്ത് വന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അല്ലയോ പിതൃവ്യ, നിങ്ങൾ പറയണം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ മരിക്കുക, എങ്കിലേ എനിക്ക് അള്ളാഹുവിൻ്റെ പക്കൽ നിങ്ങൾക്ക് വേണ്ടി ശുപാർശ നിൽക്കാൻ കഴിയുള്ളൂ. അള്ളാഹുവിൻ്റെ പക്കൽ നിങ്ങൾക്ക് ഇസ്തിഗ്ഫാർ ചോദിക്കണമെങ്കിൽ നിങ്ങൾ ഈ തൗഹീദ് സ്വീകരിക്കണം, റസൂലുള്ളാഹ് എന്ന് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കണം എന്ന് പറയുമ്പോഴും അബൂ താലിബ്, അവിടെ ഉണ്ടായിരുന്ന ഖുറൈശി നേതാക്കളെ ഭയന്നുകൊണ്ട് അബൂ താലിബ് പ്രഖ്യാപിക്കുന്നത് അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബിൻ്റെ മതത്തിലായിക്കൊണ്ട് ഞാൻ മരിക്കുന്നു. റസൂലിന് താങ്ങും തണലുമായിരുന്നു അബൂ താലിബ്. ഓരോ പ്രയാസങ്ങൾക്കും റസൂലിന് സംരക്ഷണം നൽകിയതാണ് അബൂ താലിബ്. റസൂലുള്ളയാണ്, മുഹമ്മദ് നബി റസൂലുള്ളയാണെന്ന് അംഗീകരിച്ചവനാണ്. എന്നിട്ടും അത് പ്രഖ്യാപിക്കാൻ, അതിന് കീഴൊതുങ്ങി കൊടുക്കാൻ അബൂ താലിബിന് കഴിഞ്ഞിട്ടില്ല. എന്താണ് അബൂ താലിബിൻ്റെ അവസ്ഥ? റസൂലുള്ളാഹി ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ എന്ന് നമ്മൾ പഠിപ്പിച്ച തീയിൻ്റെ ചെരുപ്പുകൾ അണിയിക്കുക എന്നുള്ളത്. ആ ചെരുപ്പ് അണിയുന്നതിലൂടെ തലച്ചോറ് തിളക്കുമാറുള്ള അതിൻ്റെ കാഠിന്യമുണ്ടാകും ആ ചെരുപ്പിന്. ആ ചെരുപ്പ് അണിയിക്കുന്ന അബൂ താലിബിനാണ്. റസൂലുള്ളാഹിയെ മനസ്സിലാക്കിയ, മുഹമ്മദ് നബി റസൂലുള്ളയാണെന്ന് അംഗീകരിച്ച അബൂ താലിബിൻ്റെ അവസ്ഥയാണ്. അതിന് കീഴൊതുങ്ങി കൊടുത്തിട്ടില്ല. വിശ്വാസം മാത്രമല്ല പ്രിയമുള്ളവരെ, ആ വിശ്വാസത്തിൽ കീഴൊതുങ്ങാൻ, അത് സ്വീകരിക്കാൻ നമ്മെക്കൊണ്ട് സാധിക്കണം. അങ്ങനെയാണ് യഥാർത്ഥ വിശ്വാസിയാകുന്നത്. ആ അബൂ താലിബിന് വേണ്ടി ഇസ്തിഗ്ഫാർ തേടിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു മുഹമ്മദ് നബിയോട്, അവിശ്വാസിയായ ഒരാൾക്ക് ഇസ്തിഗ്ഫാർ ചോദിക്കാൻ നിങ്ങൾക്ക് അനുവാദമില്ല. അതാണ് പ്രിയമുള്ളവരെ അബൂ താലിബിൻ്റെ അവസ്ഥ. പ്രിയമുള്ളവർ, നമ്മൾ ചിന്തിച്ച് നോക്കുക, ഒരാൾ നമ്മളോട് പറയാണ് നിങ്ങൾ ആ വഴിയിലൂടെ പോകണ്ട. നമ്മൾ ചിന്തിച്ച് നോക്കുക, ഒരാൾ നമ്മുടെ അടുത്ത് പറയാണ് നിങ്ങൾ ആ വഴിയിലൂടെ പോകണ്ട, അത് ഡെഡ് എൻഡാണ്, അല്ലെങ്കിൽ അതിന് അങ്ങോട്ട് നിങ്ങൾക്ക് റോഡ് ബ്ലോക്കാണ്, റോഡ് പണി നടക്കുകയാണ്, അതിൻ്റെ അപ്പുറം നിങ്ങൾക്ക് പോകാൻ കഴിയില്ല.
അപ്പം നമ്മളത് കേട്ടു, ആയിക്കോട്ടെ ശരി, വിശ്വസിച്ചു. അയാൾ പറഞ്ഞ് നമ്മൾ വിശ്വസിച്ചു. എന്നിട്ടും അതേ റോട്ടിലൂടെ നമ്മൾ പോവുകയാണെങ്കിലോ? എന്ത് വിശ്വാസമാണ് നമ്മൾ വിശ്വസിച്ചിട്ടുള്ളത്? എന്നിട്ടും അതേ റോട്ടിലൂടെ നമ്മൾ പോവുകയാണ്. ഒരാൾ പറഞ്ഞത് ഓക്കെ നമ്മൾ വിശ്വസിച്ചു, എന്നിട്ടും അതേ റോട്ടിലൂടെ പോവുകയാണെങ്കിലോ? പ്രിയമുള്ള, അതുപോലെയാണ് അള്ളാഹുവിൽ വിശ്വസിച്ചിട്ട്, അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിച്ച്, അള്ളാഹു ഏകനാണെന്ന് വിശ്വസിച്ച്, അള്ളാഹുവിനാണ് ആരാധനകൾ മുഴുവനും എന്ന് വിശ്വസിച്ചുകൊണ്ടും അതിനെതിരെ പ്രവർത്തിക്കുക എന്നുള്ളത് അതിന് തുല്യമാണ്. അതുകൊണ്ട് ഈമാൻ ഉണ്ടായാൽ മാത്രം പോരാ, ആ ഈമാൻ അനുസരിച്ച് പ്രവർത്തിക്കാനും അത് പ്രഖ്യാപിക്കാനും നമ്മെക്കൊണ്ട് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ ഈമാനിലായിക്കൊണ്ട് ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഒന്നാമത്തെ റുക്ന് അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുള്ള വിശ്വാസമാണ്. ആ അള്ളാഹുവിലുള്ള വിശ്വാസം 4 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ വിശ്വാസം ശരിയാവാൻ, നാളെ പരലോകത്ത് വിജയിച്ച ആളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ, ഭയാനകമായ നരകത്തിൽ നിന്ന് മോക്ഷം ലഭിക്കാൻ നമ്മെ സഹായിക്കുന്നതാണ് ഈമാൻ ശരിയാവുക എന്നുള്ളത്. ഈമാൻ ശരിയായെങ്കിൽ മാത്രമാണ് നാളെ പരലോകത്ത് വിജയമുണ്ടാവുക. അതുകൊണ്ട് ഈ ഈമാൻ കാര്യങ്ങൾ കൃത്യമായി നമ്മുടെ മനസ്സുകളിൽ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. 4 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് അള്ളാഹുവിലുള്ള ഈമാൻ. അൽ ഈമാനു ബി വുജൂദില്ല, അൽ ഈമാനു ബി റുബൂബിയത്തില്ല, അൽ ഈമാനു ബി ഉലൂഹിയത്തില്ല, അൽ ഈമാനു ബി അസ്മാഹി വസിഫാത്ത്. ഒന്നാമതായിക്കൊണ്ട് അൽ ഈമാനു ബി വുജൂദില്ല, അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിലുള്ള വിശ്വാസം. ബാക്കി 3 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് വരും ഖുത്ബകളിലായിക്കൊണ്ട് നമ്മൾ സൂചിപ്പിക്കും. അൽ ഈമാനു ബി വുജൂദില്ല, അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിലുള്ള വിശ്വാസം. അള്ളാഹു ഉണ്ട്, ഈ ലോകത്തിന് സൃഷ്ടാവായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന വിശ്വാസമാണ് ആദ്യമായിക്കൊണ്ട് ഒരു മനുഷ്യനുണ്ടാകേണ്ടത്. ഒരു മനുഷ്യനുണ്ടാകുന്നത് അള്ളാഹു ഉണ്ട് എന്ന വിശ്വാസമാണ്. ഇന്ന് നിരീശ്വരവാദം വ്യാപകമായി കിടക്കുന്ന സമയത്ത് എയ്ത്തിസ്റ്റുകൾ വളരെ അഭിമാനത്തോടു കൂടി അള്ളാഹുവിനെ നിഷേധിച്ച്, സൃഷ്ടാവിനെ നിഷേധിച്ച് രംഗപ്രവേശനം ചെയ്യുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. സോഷ്യൽ മീഡിയയിലും മറ്റും വ്യാപകമായി കൊണ്ട് കാണുന്നത് നിരീശ്വരവാദമാണ്. ഈ ലോകത്തിനൊരു ഈശ്വരനില്ല, ഒരു സൃഷ്ടാവില്ല എന്ന വാദമാണ്. പ്രിയമുള്ളവർ, അവിടെയാണ് നമ്മൾ ഈ അള്ളാഹുവിലെ ഉജൂദിയത്തിലുള്ള ഈമാൻ ദൃഢപ്പെടുത്തേണ്ടത്. അള്ളാഹു ഉണ്ട് എന്ന വിശ്വാസം നമ്മുടെ മനസ്സിൽ, നമ്മുടെ കൽബകങ്ങളിൽ നമ്മൾ ദൃഢപ്പെടുത്തേണ്ടതിൻ്റെ പ്രാധാന്യം അവിടെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുള്ള വിശ്വാസം നമുക്ക് ഒട്ടനേകം തെളിവുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അൽ അഖ്ലു വൽ ഹിസ്സു വൽ ഫിത്രത്തു വശറ, 4 വിധം തെളിവുകളാണ് നമുക്കിതിന് കാണാൻ സാധിക്കുക. ഒന്നാമതായിക്കൊണ്ട് അൽ അഖ്ൽ, ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന ഏതൊരുവനും മനസ്സിലാക്കാവുന്നതാണ് അള്ളാഹു ഉണ്ട് എന്നുള്ളത്. ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നുള്ളത് ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന സാമാന്യ ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ എടുത്തു നോക്ക്, നമ്മുടെ കൈകളിലെ മൊബൈൽ ഫോൺ അത് തന്നാലെ ഉണ്ടായെന്ന് ആരും വിചാരിക്കുന്നില്ല, ആരും വിശ്വസിക്കുന്നില്ല. അതിന് വേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി മാനുഫാക്ചർ ചെയ്യപ്പെടുന്നുണ്ട്. കൃത്യമായ ഫാക്ടറികളിൽ നിന്ന് അതിന് വേണ്ട കാര്യങ്ങൾ ക്രമീകരിച്ച് അത് മൊബൈൽ ഫോണായി രൂപപ്പെടുന്നുണ്ട്. അതിന് വേണ്ട ക്യാമറ ഒരു ഭാഗത്തു നിന്നാണെങ്കിൽ അതിൻ്റെ മൈക്രോഫോൺ മറ്റൊരു ഭാഗത്തു നിന്നാണ്. അതിൻ്റെ ചിപ്പുകൾ ഉണ്ടാകുന്നത് മറ്റൊരു രാജ്യത്തു നിന്നാണ്. അങ്ങനെ ഓരോ ഭാഗങ്ങളും ഓരോ പാർട്ടുകളും ഒരുമിച്ച് കൂടിയാണ് നമ്മുടെ കൈകളിലെ മൊബൈൽ ഫോണായി രൂപപ്പെട്ട് വരുന്നത്. ഒരിക്കലും അത് തന്നാരെ ഒരുമിച്ച് കൂടി വരുന്നില്ല. അത് ഏതൊരു മനുഷ്യനും, സാമാന്യ ബോധമുള്ള മനുഷ്യനും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. എന്തിനേറെ ഒരു പെൻസിൽ എടുത്തു നോക്കി നിങ്ങൾ, വളരെ നിസ്സാരമായിട്ടുള്ള പെൻസിൽ. ആ പെൻസിൽ തന്നാലും ഉണ്ടാവുമോ? അതിന് വേണ്ട മരക്കഷ്ണം മുറിക്കാൻ ഒരു വെട്ടുകാരനുണ്ട്. ആ മരം വെട്ടിയതിന് ശേഷം അത് കൃത്യമായ രൂപത്തിലാക്കാനുള്ള ഫാക്ടറികളുണ്ട്. ആ ഫാക്ടറിയിൽ ആ പെൻസിൽ ഇങ്ങനെ രൂപപ്പെട്ട് അതിന് ഷേപ്പ് മാറി, അതിന് വേണ്ട പെയിൻറ്റ് വന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ലെഡ് തിരുകി അങ്ങനെ ഒരു പെൻസിലായി അത് രൂപപ്പെടുന്നുണ്ട്. ആ നിസ്സാരമായ പെൻസിലിന് പോലും ഇത്രയും സങ്കീർണമായ ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സ് ഉണ്ടെങ്കിൽ അതിനേക്കാൾ സങ്കീർണമായ ഈ ലോകത്തിന് ഒരു സൃഷ്ടാവില്ല എന്നാണ് നമ്മൾ വാദിക്കുന്നത്. എത്രയും സങ്കീർണ കോടാനുകോടി ഗോളങ്ങൾ അടങ്ങുന്ന ഈ പ്രപഞ്ചം, ഈ സൂര്യനും ചന്ദ്രനും അടങ്ങുന്ന ഈ സോളാർ സിസ്റ്റം കൃത്യമായി അതിൻ്റെ ഓർബിറ്റിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ചക്രവാളത്തിലൂടെ അതിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അത് ഒന്ന് മറ്റൊന്നുമായി കൂട്ടിമുട്ടുന്നില്ല.
കൃത്യമായ സഞ്ചാരത്തിൽ 24 മണിക്കൂർ കൊണ്ട് ഭൂമി സൂര്യനെ ഒരു വട്ടം വലയം ചെയ്യുന്നു. കൃത്യമായി നിശ്ചയിച്ച ഇതിന് പിന്നിൽ ഒരു സൃഷ്ടാവില്ല, ഇത് വളരെ യാദർശികമായി ഉണ്ടായത് എന്നാണോ ഇവർ വാദിക്കുന്നത്? അത്രയും മ്ലേച്ഛമായ വിഡ്ഢിത്തരപൂർണമായുള്ള ചിന്തയിലേക്കാണോ നമ്മളെ ആളുകൾ നയിക്കുന്നത്? പ്രിയമുള്ളവരെ, കൃത്യമായ ബോധം നമുക്കുണ്ടാകണം. എന്തിന്? നമ്മുടെ മനുഷ്യ ശരീരം നമ്മൾ എടുത്തു നോക്കുക. നമ്മുടെ ശ്വാസകോശങ്ങൾ ഓരോ മണിക്കൂറിന് 12 മുതൽ 15 ലിറ്റർ വരെ ഓക്സിജൻ ഉള്ളിലേക്ക് വലിച്ച് നമ്മുടെ യാതൊരുവിധ അധ്വാനവുമില്ലാതെ അത് ഓക്സിജനിൽ നിന്ന് അത് കാർബൺ ഡൈ ഓക്സൈഡായി പുറത്തേക്ക് വിടുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും പണിയുണ്ടോ? നമുക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ അതിൻ്റെ പേരിൽ? നമ്മൾ വല്ലതും അറിയുന്നുണ്ടോ? നമ്മൾ ഉള്ളിലേക്ക് വലിക്കുന്ന ശ്വാസം ഓക്സിജനായി കൊണ്ട് പോകുന്നത് നമ്മൾ വിചാരിച്ചിട്ടാണോ അത് കാർബൺ ഡൈ ഓക്സൈഡായി പുറത്തു പോകുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അതിനുവേണ്ട ക്രമീകരണങ്ങൾ നമ്മുടെ ശരീരത്തിൽ നൽകിയിട്ടുണ്ട്. കൃത്യമായി നമ്മുടെ ഹൃദയം അത് ഓരോ സെക്കൻഡിനും ഇങ്ങനെ പമ്പ് ചെയ്ത് നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കുമുള്ള രക്തം അതിങ്ങനെ പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്തെങ്കിലും ഒരു റോളുണ്ടോ പ്രിയമുള്ളവരെ? ആ ഹൃദയത്തിൻ്റെ ചലനത്തിൽ എന്തെങ്കിലും ഒരു പങ്ക് നമുക്കുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചെന്ന് നമ്മുടെ മനുഷ്യ ശരീരം പഠിച്ചാൽ തന്നെ ഒട്ടനേകം തെളിവുകൾ ഇതിന് പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്നത് നമുക്ക് ലഭിക്കും. ഇതിന് പിന്നിൽ കൃത്യമായി എല്ലാം അറിയുന്ന, കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു സൃഷ്ടാവ് ഇതിന് പിന്നിലുണ്ട്. നമ്മുടെ DNA എടുത്ത് പരിശോധിച്ച് നോക്കുക. ആ DNA ഇങ്ങനെ കോഡായിട്ടാണ് സ്റ്റോർ ആയിട്ടുള്ളത്. അതിങ്ങനെ എടുത്ത് നോക്കുകയാണെങ്കിൽ AGTC എന്ന് പറയുന്ന കോഡുകൾ, ആ 4 അക്ഷരം അടങ്ങുന്ന കോഡുകൾ, നമുക്കറിയാം കമ്പ്യൂട്ടറിൽ 10 എന്നിട്ടുള്ള ബൈനറി കോഡുകളാണ്. എന്നാൽ മനുഷ്യ ശരീരത്തിൽ AGTC എന്നുള്ള കോഡുകളാണ്. ആ കോഡിൽ AGTC എന്നതിന് പകരം ഏതെങ്കിലും ഈ കോടാനുകോടി AGTCകളിൽ ഏതെങ്കിലും ഒരു AGTC AATC എന്നായി മാറിയാൽ അവൻ്റെ അസുഖങ്ങൾ ഉണ്ടാകുന്നു, അവൻ്റെ ലിവറിൽ വല്ല പ്രശ്നവും ഉണ്ടാകുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവയവത്തിൽ എന്തെങ്കിലും അസുഖം ഉണ്ടാകുന്നു. അത്രയും കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം സൂക്ഷ്മമായി അറിയുന്ന ഒരു സൃഷ്ടാവ് ഇതിന് പിന്നിലുണ്ട് എന്നതിന് ഇത് മാത്രം പോരെ പ്രിയമുള്ളവരെ തെളിവായിക്കൊണ്ട്. ശാസ്ത്രം ഇത്രയും വളർന്നു നിൽക്കുന്ന സമയത്ത് നമ്മുടെ മനുഷ്യ ശരീരം ഒരുപാട് പഠിക്കാനും അത് മനസ്സിലാക്കാനും അതിലൂടെ ഈ റബ്ബിൻ്റെ സാന്നിധ്യം, ഈ റബ്ബിൻ്റെ ഉജൂദിയത്ത് മനസ്സിലാക്കാനും ഒട്ടനേകം സാധ്യതകൾ ഇന്നിൻ്റെ ലോകത്തുണ്ട്. എന്നിട്ടും മനുഷ്യർ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? എന്നിട്ടും മനുഷ്യർ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? എന്നിട്ടും എന്തുകൊണ്ട് കോടാനുകോടി മനുഷ്യർ നിരീശ്വരവാദത്തിലേക്കും ഏത്തിസ്റ്റുകളായിട്ടും മാറിത്തീരുന്നു? പ്രിയമുള്ളവർ, അവിടെയാണ് നമ്മൾ വിശ്വാസി ആയി എന്നതിൻ്റെ ശുക്ർ നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. അള്ളാഹുവിനെ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നതിന് വേണ്ടിയിട്ടുള്ള ശുക്ർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടയ്ക്കിടെ നമ്മൾ അള്ളാഹുവിൽ അർപ്പിക്കേണ്ടതുണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ അക്കൽ കൊണ്ട്, ബുദ്ധി കൊണ്ട് അള്ളാഹുവിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റബ്ബിൻ്റെ അസ്തിത്വം മനസ്സിലാക്കാൻ ബുദ്ധി കൊണ്ട് അങ്ങനെ നമുക്ക് സാധിക്കും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ലശംസു യംബഗി ലഹാ അൻ തുദ്രികൽ ഖമർ വലല്ലൈലു സാബിഖുൻ നഹാർ വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. സൂര്യന് ചന്ദ്രനെ പ്രാപിക്കാനൊക്കുകയില്ല, രാവിന് പകലിനെയും മറികടക്കുന്നതുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കൃത്യമായി പറഞ്ഞു തരികയാണ്. രാവുണ്ടാകുമ്പോൾ പകലുണ്ടാകുന്നില്ല, പകലുണ്ടാകുമ്പോൾ രാത്രി ഉണ്ടാകുന്നില്ല. കൃത്യമായി കൊണ്ട് ഒരു ക്രമീകരണം അനുസരിച്ചാണ് അവയെല്ലാം ഉണ്ടാകുന്നത്. വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. ഓരോന്നും ഓരോ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. എത്ര കൃത്യമാണ് നിങ്ങൾ നോക്കുക. ഇതെല്ലാം ക്രമീകരിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണെന്നതില്ല ഈ ഒരു ആയത്ത് മതി തെളിവായിക്കൊണ്ട്. ഇത് പഠിച്ച് മനസ്സിലാക്കി, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ അസ്തിത്വം ബോധ്യപ്പെടാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്നുകൂടിയാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. രണ്ടാമത്തെ തെളിവ് എന്ന് പറയുന്നത് ഹിസ്സിയാണ്. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാവുന്ന ഹിസ്സിയായിട്ടുള്ള തെളിവുകൾ. അത് ഒരാൾ പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അവന് ഉത്തരം ലഭിക്കുന്നു എന്നുള്ളത്, ആ പ്രാർത്ഥന കേൾക്കാൻ ഒരു റബ്ബുണ്ട് എന്നതിനുള്ള തെളിവാണ്. പരിശുദ്ധ ഖുർആനിൽ ഒട്ടനേകം സംഭവങ്ങൾ, ചരിത്രങ്ങൾ ഈ വിഷയമായി നമുക്ക് കാണാൻ സാധിക്കും. നൂഹ് നബി അലൈഹിസ്സലാമ പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചതായി പരിശുദ്ധ ഖുർആൻ.
അയ്യൂബ് നബി അലൈഹിസ്സലാം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചതിന് ശേഷം പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചതായി പരിശുദ്ധ ഖുർആൻ. യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിലാകുന്ന സമയത്ത് ആ യൂനുസ് നബിയുടെ പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. ആ പ്രാർത്ഥന സ്വീകരിച്ചത് റബ്ബു സുബ്ഹാനഹു വ തആല. ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ അള്ളാഹുവിൽ സഹായം ചോദിക്കുമ്പോൾ ഫസ്തജാബ ലക്കും, നിങ്ങൾക്ക് അള്ളാഹു ഉത്തരം നൽകി എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒട്ടനേകം തെളിവുകൾ പരിശുദ്ധ ഖുർആൻ നമുക്ക് മുമ്പിൽ വെച്ച് നൽകുന്നുണ്ട്. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് അനുഭവിച്ചറിയാവുന്ന തെളിവുകളാണ് ഇത്തരത്തിലുള്ള തെളിവുകൾ. മറ്റൊന്ന് ഫിത്രിയായിക്കൊണ്ട് അറിയുന്ന തെളിവുകൾ. ഏതൊരു മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതിയിലും ചിന്തിച്ചാൽ മനസ്സിലാകാവുന്ന തെളിവുകളാണ്. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും, ഒരു അവിശ്വാസിയായ വ്യക്തി പോലും ഒരു പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് അല്ലാ എന്ന് വിളിക്കുന്നത് നമ്മൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. വീഴാൻ പോകുന്ന സമയത്ത് അല്ലാ അല്ലെങ്കിൽ പടച്ചോനെ എന്ന് വിളിക്കുന്നത്, ഒരു പ്രയാസം വരുമ്പോൾ, കടുത്ത പ്രയാസം വരുമ്പോൾ കൈകൾ തന്നാലെ ഉയരുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അത് മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതിയാണ് അറിയിക്കുന്നത്. ഓരോ മനുഷ്യനും തൻ്റെ ശുദ്ധ പ്രകൃതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അംഗീകരിക്കുകയാണ്. അള്ളാഹു ഉണ്ട്, ഈ ലോകത്തിന് പിന്നിൽ ഒരു സൃഷ്ടാവുണ്ടെന്ന് അംഗീകരിക്കുകയാണ്. റസൂലുള്ളാഹി അറിയിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, കുല്ലുൻ യൂലദു അലൽ ഫിത്ര, ഓരോ കുട്ടിയും ജനിച്ചു വീഴുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. അള്ളാഹു ഏകനാണ്, ഈ ലോകത്തിന് പിന്നിൽ ഒരു ദൈവമുണ്ട് എന്ന വിശ്വാസത്തിലാണ് ഓരോ കുട്ടിയും ജനിച്ചു വീഴുന്നത്. എന്നിട്ട് അവനെ നസ്രാനിയും ജൂതനുമൊക്കെ ആക്കി തീർക്കുന്നത് അവൻ്റെ മാതാപിതാക്കളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവർ, അങ്ങനെ ഒരു മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതി വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ അവന് ബോധ്യപ്പെടും ഈ ലോകത്തിന് പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ളത്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വഇദ അഖദ റബ്ബുക മിൻ ബനി ആദം മിൻ ദുഹൂരിഹിം ദുർരിയതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബലാ. ആത്മാവുകളുടെ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആത്മാവിനെയും മുൻനിർത്തി ചോദിക്കുകയാണ്, അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ രക്ഷിതാവ്, ഞാനല്ലയോ നിങ്ങളുടെ രക്ഷിതാവ് എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവ് അന്ന് പറഞ്ഞിട്ടുണ്ട്, ബലാ ഖാലൂ ബലാ, അതേ റബ്ബേ, നീയാണ് ഞങ്ങളുടെ രക്ഷിതാവ്, നീയാണ് ഞങ്ങളുടെ സൃഷ്ടാവ്, നീയാണ് ഞങ്ങളുടെ നാഥൻ എന്ന് ഓരോ ആത്മാവും അംഗീകരിച്ചതാണ്. ആ ഓരോ ആത്മാവും അംഗീകരിച്ചതാണ്. എന്നിട്ടാണ് ഈ ദുനിയാവിൽ വന്നിട്ട് നമ്മൾ പലരും കളവാക്കുന്നത്. മനുഷ്യർ പലരും അള്ളാഹുവിനെ കളവാക്കുന്നത് അതിന് ശേഷമാണ്. അങ്ങനെ കൃത്യമായി ചിന്തിക്കുകയാണെങ്കിൽ ഫിത്രി ആയിക്കൊണ്ട് ശുദ്ധ പ്രകൃതിയാൽ ഓരോ മനുഷ്യനും അള്ളാഹുവിനെ അംഗീകരിക്കുന്നു, സൃഷ്ടാവിനെ അംഗീകരിക്കുന്നു എന്നുള്ളത് അതിന് തെളിവാണ്. നാലാമതായിക്കൊണ്ട് ദലീലു ശർഈ, പരിശുദ്ധ ഖുർആൻ അതിന് തെളിവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ ഓരോന്നും അതിന് തെളിവാണ്. ചന്ദ്രനെ രണ്ടാക്കി പുലർത്തി അവിടുത്തെ സ്വഹാബത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മക്കയിലെ ആളുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു നൽകിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇന്നും നമ്മുടെ പക്കൽ നിലനിൽക്കുന്ന റസൂലുള്ളാഹിയുടെ ദൃഷ്ടാന്തമാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ മറിച്ചു നോക്കിയാൽ ഒട്ടനേകം തെളിവുകൾ അതിൽ നിന്ന് നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നാ നഹ്നു നസ്സൽന അദ്ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ആ പരിശുദ്ധ ഖുർആനെ നാമാണ് നിങ്ങൾക്ക് ഇറക്കി തന്നത്, അതിനെ നാം സംരക്ഷിക്കുക തന്നെ ചെയ്യും. നോക്കൂ, നിങ്ങൾ ബൈബിൾ ഉണ്ടായിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഞ്ചീൽ ഇറക്കി നൽകി. ആ ഇഞ്ചീലിൽ ആളുകൾ കടത്തിക്കൂട്ടി. ആ ഇഞ്ചീലിൽ ആളുകൾ മാറ്റത്തിരുത്തലുകൾ വരുത്തി. അത് പിന്നീട് പുതിയ നിയമം, പഴയ നിയമം എന്നിങ്ങനെയൊക്കെ ആയി അത് മാറി മനുഷ്യരുടെ താല്പര്യത്തിനനുസരിച്ച് അതിനെ അവർ മാറ്റി. തൗറാത്ത് ഉണ്ടായിട്ടുണ്ട്. ആ തൗറാത്ത് മൂസാ നബിക്ക് ലഭിച്ചതുപോലെയല്ല ഇന്ന് നമ്മൾ കാണുന്ന തൗറ നമ്മുടെ മുമ്പിലുള്ളത്. തോറ എന്ന് പറഞ്ഞുകൊണ്ട് ജൂതന്മാർ വായിക്കുന്നതിൽ ഒട്ടനേകം മനുഷ്യൻ്റെ സ്വാധീനമുണ്ട്. മനുഷ്യൻ്റെ കൈകാര്യകർത്തൃത്വം അതിലുണ്ടായിട്ടുണ്ട്, കൈകടത്തലുകൾ അതിലുണ്ടായിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണോ മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അവതരിപ്പിച്ചത്, ആ മദീനയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് വഹിയായിക്കൊണ്ട് നൽകിയത്, ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പഠിപ്പിച്ച് നൽകിയത്, അതുപോലെ ഒരു അക്ഷരം മാറാതെ, എന്തിനേറെ ഒരു ഹറക്കത്ത് മാറാതെ, ആ എന്നുള്ളത് ഈ എന്ന് പോലും ആകാതെ ഇന്നും അതേപടി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധനായ റബ്ബിൻ്റെ ദൃഷ്ടാന്തമാണ്.
അത് മറിച്ച് നോക്കുന്നവന് ഒട്ടനേകം ദൃഷ്ടാന്തങ്ങൾ, മനസ്സിലാക്കാനുള്ള ഒട്ടനേകം തെളിവുകൾ അതിൽ ലഭ്യമാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി എങ്ങനെയാണോ ഫാത്തിഹ സൂറ പാരായണം ചെയ്തത്, അതുപോലെയാണ് ഇന്നും മനുഷ്യർ പാരായണം ചെയ്യുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗത്ത് ഭാഷയിൽ വ്യത്യസ്ത ഭാഷ ഉൾക്കൊള്ളുന്ന ആളുകൾ, വ്യത്യസ്ത കൾച്ചറുകളുള്ള ആളുകൾ, അവരും പാരായണം ചെയ്യുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് തന്നെയാണ്. അങ്ങനെ ലോകത്ത് ഇന്ന് ജീവിക്കുന്ന കോടാനുകോടി മുസ്ലിമീങ്ങൾ അവരെല്ലാവരും അതേ ഖുർആൻ തന്നെയാണ് പാരായണം ചെയ്യുന്നത്. അതിൽ ഒരു അക്ഷരം കടത്തിക്കൂട്ടാൻ ഇന്ന് വരേക്ക് ഏതൊരു അവിശ്വാസിക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതിലൊരു ഹറക്കത്ത് മാറ്റാൻ ഏതൊരു മനുഷ്യനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇത്രയും വലിയ തെളിവ് പോരെ നമുക്ക് അള്ളാഹുവിൻ്റെ അസ്തിത്വം മനസ്സിലാക്കാൻ, അള്ളാഹുവിൻ്റെ ആ ഒരു മഹത്വം മനസ്സിലാക്കാൻ? ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടത്? ആ പരിശുദ്ധ ഖുർആൻ പഠിച്ച് മനസ്സിലാക്കി അതിലുള്ള കാര്യങ്ങൾ ഗ്രഹിച്ചെടുത്ത് കേവലം പാരായണത്തിലുപരി അതിലുള്ള ആശയങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ തൗഹീദിൽ ഉറച്ചു നിൽക്കാൻ, ഈമാൻ ദൃഢപ്പെടുത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു അറാബിയോട് ഒരാൾ ഇങ്ങനെ ചോദിച്ചു, ബിമാ അറഫ്ത റബ്ബക്, എങ്ങനെയാണ് നിനക്ക് നിൻ്റെ റബ്ബിനെ മനസ്സിലായത് എന്ന് ആ അറാബിയോട് ഒരാൾ ചോദിക്കുകയാണ്. ഒരിക്കലും അറാബി എന്ന് പറഞ്ഞാൽ വലിയ പഠന സമ്പത്തോ അല്ലെങ്കിൽ ഒരുപാട് പഠിച്ച വ്യക്തിയൊന്നുമല്ല. സാധാരണ നാട്ടുപ്രദേശത്തിലെ ഗ്രാമപ്രദേശത്തിലെ വ്യക്തിയാണ്. അങ്ങനെ ആ അറാബി അദ്ദേഹത്തിന് തൻ്റെ മുമ്പിൽ എന്താണോ കാണുന്നത് അത് മാത്രമേ അറിയുള്ളൂ, അല്ല വലിയ അറിവൊന്നും അദ്ദേഹത്തിനില്ല. അങ്ങനെ അദ്ദേഹം പറയാണ്, അൽ ബിഅറതു തദുല്ലു അലൽ ബഈർ, ഒട്ടകത്തിൻ്റെ ചാണകം എന്ന് പറയുന്നത് അവിടെ ഒട്ടകം ഉണ്ടായിരുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. വൽ അസറു യദുല്ലു അലൽ മസീർ, കാൽപ്പാടുകൾ അതിലൂടെ ആരോ പോയിട്ടുണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്നു. ഫസമാഉ ദാതു അബ്റാജ് വഅർളു ദാതു ഫിജാജ് വബിഹാറുൻ ദാതു അംവാജ്, തൂണുകളില്ലാതെ ഉയർന്നു നിൽക്കുന്ന ആകാശങ്ങളും ഒന്നിനു പിറകെ ഒന്നായി അലയടിച്ചു കൊണ്ടിരിക്കുന്ന കടലുകളും പർവ്വതങ്ങൾ നട്ടി നിർത്തിയ ഈ ഭൂമിയുമൊക്കെ അലാ തദുല്ലു അല സമീഉൽ ബസീർ, ഇതിനൊക്കെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട്, എല്ലാം കേൾക്കുന്ന, എല്ലാം കാണുന്ന, എല്ലാറ്റിനും കഴിവുള്ള ഒരു സൃഷ്ടാവുണ്ട് എന്നത് അറിയിക്കുന്നില്ലേ എന്ന് ആ ശുദ്ധപ്രകൃതിയുള്ള അറാബിയുടെ ചോദ്യമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ചുറ്റുപാടുകൾ നിരീക്ഷിച്ചാൽ ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ. ഞാനിത് പറഞ്ഞത്, നമ്മുടെ ചുറ്റും പല ആളുകൾ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ, ഇതൊന്നും അറിയാതെ അവർ നിരീശ്വരവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പരിചയത്തിലെ ഒരാളുണ്ട്, അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ കുറച്ച് ഏത്തിസ്റ്റ് മൈൻഡാടാ, എനിക്ക് കുറച്ച് ഏത്തിസ്റ്റ് മൈൻഡാടാ. അദ്ദേഹം വളരെ അഭിമാനത്തോടു കൂടിയാണ് അത് പറയുന്നത്. ഇന്നത്തെ ലിബറൽ കാലഘട്ടത്തിൽ ഏത്തിസ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ സംഭവമായി കാണുന്ന ആളുകൾ, ഞാൻ നിരീശ്വരവാദിയാണെന്ന് പറയുമ്പോൾ എല്ലാവിധ അഭിമാനവും കൊണ്ട് അഹങ്കാരത്തിൽ പറയുന്ന ആളുകൾ, ഈ ലോകത്തിൻ്റെ നിയമം എനിക്ക് ബാധകമല്ല. കാരണം ഈ ഏത്തിസ്റ്റുകൾക്ക് മതമില്ലല്ലോ, മതമുള്ള ആളുകൾക്കാണ് ചിട്ടയുള്ളത്, മതമുള്ള ആളുകൾക്കാണ് കൃത്യമായി ഒരു ക്രമീകരണത്തിൽ ജീവിക്കേണ്ടത്. മതമില്ലാത്ത ആളുകൾക്ക് തോന്നിയതുപോലെ ജീവിക്കാം. തോന്നിവാസത്തിനുള്ള ലൈസൻസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് പല ആളുകളും അള്ളാഹുവിനെ നിഷേധിക്കുന്നത്. തോന്നിയതുപോലെ ജീവിക്കാൻ വേണ്ടിയാണ് ഭൂരിഭാഗം ആളുകളും അള്ളാഹുവിനെ നിഷേധിക്കുന്നത്, സൃഷ്ടാവിനെ നിഷേധിക്കുന്നത്, മതത്തെ നിഷേധിക്കുന്നത്. അത്തരത്തിൽ നിരീശ്വരവാദത്തിലേക്ക് ആളുകൾ പോകുന്നത്. അവരെ, നമുക്ക് പരിചയമുള്ള ആളുകളെ, അത്തരത്തിലുള്ള ആളുകളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് കൃത്യമായി അവർ പലപ്പോഴും ലോജിക്ക് ഉപയോഗിച്ച്
വലിയ വലിയ ശാസ്ത്രമൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ഇതിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കൃത്യമായിക്കൊണ്ട് അള്ളാഹുവിനെ പറ്റി പഠിച്ച്, അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കി ആ ദൃഢതയോടുകൂടി അവർക്ക് പറഞ്ഞു കൊടുക്കാൻ, ആ പൂർണ്ണ ബോധ്യത്തോടു കൂടി അവർക്ക് പറഞ്ഞു കൊടുക്കാൻ, റബ്ബി ഇശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ ശബ്ദിക്കാൻ, അള്ളാഹുവിൻ്റെ അസ്തിത്വം മനസ്സിലാക്കി കൊടുക്കാൻ, തൗഹീദിൻ്റെ വെള്ളി വെളിച്ചത്തിലേക്ക് അവരെയും ക്ഷണിക്കാൻ പ്രിയമുള്ള സത്യവിശ്വാസികളെ നമുക്ക് കഴിയണമെന്നുള്ളതാണ്. അതിനുവേണ്ട എല്ലാവിധ തയ്യാറെടുപ്പുകളും നമ്മൾ സ്വീകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരത്തിൽ അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന കൂട്ടത്തിലാണ് നമ്മൾ ഓരോ പഠന സംരംഭത്തെയും കാണേണ്ടത്. നമ്മൾ വെള്ളിയാഴ്ച ജുമാക്ക് വന്നിരിക്കുമ്പോൾ നിർബന്ധമാക്കപ്പെട്ട ഒരു കർമ്മം എന്നതിലുപരി അതിലൂടെ നമുക്ക് ഒരുപാട് കിട്ടാനുണ്ട് എന്ന ബോധ്യത്തോടു കൂടി നമ്മൾ ജുമാ ഖുത്ബകളിലേക്ക് വരണം, എന്ന നിയ്യത്തോടു കൂടി വരണം. പല ആളുകളും വന്നിരുന്ന് കുറച്ചാണ് കഴിയുമ്പോഴേക്കും അവർ ഉറക്കം തൂങ്ങുകയാണ്, കുറച്ചാണ് കഴിയുമ്പോഴേക്കും അവരുടെ ശ്രദ്ധ തെറ്റാണ്. ഇതിലൂടെ എനിക്ക് കിട്ടാനുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഇത് പ്രതിഫലിക്കാനുണ്ട് എന്ന ചിന്ത അവർക്കില്ല. അതിൽ നിന്നെല്ലാം മാറി കൃത്യമായിക്കൊണ്ട് ഇത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും, ഞാൻ ജുമാ ഖുത്ബകളിൽ കേൾക്കുന്ന ഓരോ കാര്യവും എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ഓരോ മനുഷ്യനും ഇത്തരത്തിലുള്ള ദീനിൻ്റെ കാര്യങ്ങൾ കിട്ടണം എന്നതിന് വേണ്ടി തന്നെയാണ് ജുമാ ഖുത്ബകൾ ഇത്തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ളത് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. മറ്റുള്ള ക്ലാസ്സുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തും. നമ്മുടെ പള്ളിയിൽ തന്നെ എല്ലാ വെള്ളിയാഴ്ചയും നടക്കാറുള്ള ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകൾ, ഖുർആൻ പഠിക്കാനും ഹദീസ് പഠിക്കാനും അത് മനസ്സിലാക്കാനുമുള്ള ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതെല്ലാം പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. നാളെ പരലോകത്ത് മീസാനിൽ അമലുകൾ തൂക്കി നോക്കുന്ന സമയത്ത് നന്മയുടെ മീസാൻ തുലാസ് കനം തൂങ്ങി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന, ജന്നാത്തുൽ ഫിർദൗസിലേക്ക് പ്രവേശിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭയാനകമായ ശിക്ഷകളുള്ള, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ അംശം പോലും ഇല്ലാത്ത ആ നരകത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ബർക്കത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ അവരുടെ കടം എത്രയും പെട്ടെന്ന് തീർക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരുടെ രോഗമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫയാക്കി, പരിപൂർണ്ണ ശിഫ നൽകി, ആഫിയത്തോടുകൂടി ദീർഘായുസ് നൽകി അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അഖിമിസ്സലാം.